ഹേ ഗൈസ്, അപ്പോൾ എ ബി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളൊരു സോഷ്യൽ സർവീസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആംബുലൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഡ്രീം ക്യാച്ചർ നമ്മളൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. നമ്മൾ ഒരു ഹിഡൻ ടണൽ കാണിക്കുന്ന ഒരു ടണൽ ഒരു ബ്രിഡ്ജും ചെയ്യുന്നൊരു വ്ളോഗ് ചെയ്തിരുന്നു നമ്മുടെ വയനാടൻ ബസ്സൊക്കെ എടുത്തിട്ട്. അപ്പം നമ്മൾ ആ പോകുന്ന വഴിക്ക് നമ്മളൊരു പണി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ ഗൈസ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഈ വണ്ടിയും അതുപോലെ നമ്മുടെ ഒരു ഡ്രൈവറിനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. ഡ്രൈവർ ഇനിയിപ്പോൾ ഈ ആംബുലൻസിൻ്റെ പുറകെ തന്നെ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെ തൂങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്കിവിടെ അത്യാവശ്യം വേറെ ജോലിയും അത്യാവശ്യം വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ആംബുലൻസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവറിന് അതുപോലെ നമ്മുടെ ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ പോകണം. ഈ വണ്ടി ആംബുലൻസൊക്കെ ഉള്ള കാരണം ഞാൻ നിങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ. സംഭവം ഈ വണ്ടി ആക്സിലറേഷൻ ഭയങ്കര സ്മൂത്താണ്. അതും പോരാത്തതിന് നല്ല പവറുള്ള വണ്ടിയാണിത്. നമ്മൾ സെക്കൻഡ് ഗിയർ വീണ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുമല്ലോ മോനെ. അതേപോലെ ബ്രേക്കിംഗ് ഉണ്ട് ഈ വണ്ടിക്ക്. അതാണ് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി. നല്ല മനൂവറബിലിറ്റി ഉണ്ട്. വായിക്കിട്ടാത്ത പേരൊക്കെ കൊണ്ട് വെച്ചോളൂ ഇംഗ്ലീഷ്. വിട് അവിടെ വേറെ പിടിക്കാൻ ഗൈസ്. അന്നേരം കിടിലം മഴയൊക്കെയാണ് ഗൈസ്. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വൈപ്പർ ഒന്ന് മാറ്റണം. സംഭവം നമ്മൾ അതൊക്കെ ഹോസ്പിറ്റലിൽ മാറ്റുമായിരിക്കും. നമ്മൾ ഇന്ന് തന്നെ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സർവീസൊന്നും ചെയ്യാൻ പറ്റിയില്ല. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ് നിറച്ചും ഇങ്ങനെ വെള്ളം ആവുകയാണ്. പിന്നെ നമുക്ക് വൈപ്പർ നമ്മൾ 2x സ്പീഡിലിട്ടാലും വൈപ്പർ നമുക്ക് ആ ഗ്ലാസ് ഒന്ന് വൈപ്പായി കിട്ടുന്നില്ല ഗൈസ്. അതൊരു ഇഷ്യൂ ആണ് ഈ വണ്ടിക്ക്. കാരണം നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ സ്പീഡിലൊക്കെ അങ്ങ് പോകുമ്പോൾ അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. ഏതൊരു പേഷ്യൻറ്റും കൊണ്ട് എമർജൻസി ആയിട്ട് പോകുമ്പോൾ ഒക്കെ അന്നേരം അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾ ഡ്രൈവർ ഈ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല. പുള്ളി ബാലൻസ് ചെയ്തോളും, പുള്ളി കൺട്രോൾ ചെയ്തോളും സംഭവമൊക്കെ. ഈ മഴയത്ത് ഒരു ടാസ്ക് തന്നെയാണ്. ഈ പരിചയമില്ലാത്ത ആരെങ്കിലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ മഴയത്തൊരു ടാസ്ക് തന്നെയാണ്. വേപ്പാളം വന്നത് പറഞ്ഞില്ല, കഴിഞ്ഞത് പറഞ്ഞില്ല ഗൈസ്. ജസ്റ്റ് മിസ്സാണ്. പാലം അടയ്ക്കാൻ നേരം നമ്മൾ ചാടിയത് അവിടെ നിന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചിട്ട് ഈ ട്രെയിൻ കൊണ്ടുവരും നമ്മുടെ ആംബുലൻസ് നമുക്ക് തന്നെ കടന്നു പോയിരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവർ അണ്ണനെ ആംബുലൻസിനോട് ഏൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയറ്റിയിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് അടുത്തൊരു ബസ് പിടിച്ച് വരും. നമ്മൾ വേറെ വണ്ടിയൊന്നും വെഹിക്കിളെ വരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അന്നേരം നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ റോഡ് ടു 9K ആണ്. ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇപ്പോൾ പറയുകയാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ ഈ റോഡ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ റോഡൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് കിട്ടുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഡ്രൈവർ നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. കയറ്റമുള്ള റോഡ് എടുത്തു അങ്ങ് ചെറുതായിട്ടൊന്ന് എനിക്കും വഴുതിയിട്ട് ഡ്രൈവർ അണ്ണനും വഴുതിരിപ്പോയി ഗൈസ്. അപ്പം ഇത് നമ്മൾ കൂടിയുള്ള ഡ്രൈവർ അണ്ണൻ്റെ ലാസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ ഈ ഡ്രൈവർ അണ്ണൻ അവിടെ ആയിട്ട് തന്നെ ബിസി ആയിരിക്കും. നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ടൊക്കെ ബിസി ആയിരിക്കും. അപ്പം നമ്മുടെ ഓട്ടത്തിനൊക്കെ നമ്മൾ ഇനി എക്സ്ട്രാ വേറെ ഡ്രൈവറിനെ വെക്കേണ്ടി വരും ഗൈസ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പോൾ വണ്ടി ഒന്ന് ഇങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് തിരിച്ചങ്ങ് നടന്നു പോകണം. നടന്നല്ലേ ഗൈസ്, നടന്നു പോകാൻ പറ്റി പറ്റുമെങ്കിൽ നമുക്ക് ബസ് ഏതെങ്കിലും കിട്ടുന്ന ബസ്സിൽ നമുക്ക് വണ്ടിയുടെ നിർത്തിയേക്കാം. നമുക്ക് ഇതിൽ മഴയും കൂടെ ആണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ MD-നെയൊക്കെ കണ്ടു, സംസാരിച്ച് സെറ്റാക്കി വണ്ടിയുടെ കീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കങ്ങ് മെല്ലെ ഇവിടെ നിന്നങ്ങ് വിട്ടേക്കാം. ഇപ്പം പോകുന്നതിന് മുമ്പേ അവസാനമായിട്ട് നമുക്ക് ഈ നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ നമ്മുടെ ആംബുലൻസിൻ്റെ ഒരു 3 സ്റ്റിൽസും കൂടി എടുത്തിട്ട് നമുക്ക് പോയേക്കാം. അത് ഇനിയിപ്പോൾ ഇവൻ നമ്മളോട് ഇല്ലല്ലോ, നമ്മൾ കൊടുത്തില്ല. അപ്പം നമുക്ക് മെല്ലെ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ബസ് വന്ന് കൈ കാണിച്ച് കയറാൻ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.